So guys, നിങ്ങൾ 12,000 പ്രൈസ് റേഞ്ചിൽ നല്ലൊരു 24-inch IPS മോണിറ്റർ നോക്കുന്നുണ്ടോ? അതും ഫോർ ഡിസൈനിങ് പർപ്പസ്, ഫോട്ടോഷോപ്പ് എഡിറ്റിംഗ്, വീഡിയോ എഡിറ്റിംഗ്, ഓഫീസ് പർപ്പസ് യൂസ്, ട്രൂ ഗെയിമിംഗ് യൂസിനല്ല, പ്രൊഫഷണൽ പർപ്പസിന് നല്ല sRGB റേഷ്യോ ഉള്ളതും കളർ ആക്യുറസി ഉള്ള മോണിറ്റർ നോക്കുന്നുണ്ടെങ്കിൽ ദിസ് വീഡിയോ ഈസ് ഫോർ യു. യോർ ഓൺ ടെക്നോ ഫാക്ടറി വിത്ത് മീ സുമോൻ. തുടങ്ങാം. So, നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഡെല്ലിൻ്റെ ഒരു മോണിറ്ററാണ്, ഡെൽ S2421HN മോഡൽ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡെല്ലിൻ്റെ എസ് സീരീസിൽ കുറേ മോഡൽസ് ഉണ്ട്, സോ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാകും. സോ അതെന്തായാലും ആദ്യം ഞാൻ ക്ലിയർ ചെയ്യാം. മെയിൻലി എസ് സീരീസിൽ 2-3 വേരിയൻസ് വരുന്നുണ്ട്. സോ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് HN സീരീസിൽ വരുന്നതാണ്, ദാറ്റ് ഈസ് S2421HN മോഡൽ. ഇതിൻ്റെ 27 ഇഞ്ചും ഉണ്ട്, S2721HN മോഡൽ. സോ ഈ HN വരുന്ന മോഡൽസിലെല്ലാം സ്പീക്കേഴ്സ് ഉണ്ടാകത്തില്ല, ഇൻബിൽഡ് സ്പീക്കേഴ്സ് വരുന്നതല്ല. സിമിലർലി ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഓപ്ഷനും വരുന്നില്ല, ഓൺലി ടിൽറ്റിംഗ് ഓപ്ഷൻ മാത്രമേ വരുന്നുള്ളൂ. ആൻഡ് ഇതിന്റെ സെക്കൻഡ് വേരിയന്റ് ആണ് ഓൺലി H സീരീസ്. സോ ഇവിടെ H മാത്രം വരുന്ന സീരീസിൽ വി ഗെറ്റ് സ്പീക്കേഴ്സ്, ഇൻബിൽഡ് സ്പീക്കേഴ്സ് വരുന്നതായിരിക്കും. ലാസ്റ്റ് വരുന്നത് HS സീരീസ് ആണ്. സോ S2421HS ആൻഡ് S2721HS മോഡൽസ് ആണ്. സോ ഇതിൽ സ്പീക്കേഴ്സ് വരുന്നതല്ല, പക്ഷേ എർഗണോമിക്കൽ സ്റ്റാൻഡ് ആണ് വരുന്നത്. ലൈക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, പിവറ്റ് ഓർ ടിൽറ്റ് എല്ലാം ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡ് ആയിരിക്കും വരുന്നത്. ഡെൽ S2421HN 24 ഇഞ്ചിന്റെ ഫുൾ HD 1080p മോണിറ്റർ ആണ്. പാനൽ വരുന്നത് IPS പാനലാണ്. ഓക്കെ, സോ ബോക്സിൽ വരുന്ന കണ്ടന്റ്സ് ഇതൊക്കെയാണ്. ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു യൂഷ്വൽ മാനുവൽ ആണ് നമ്മൾ കാണുന്നത്, ജസ്റ്റ് ഒരു ബേസിക് മാനുവൽ. നെക്സ്റ്റ് 2 കേബിൾസ് കാണാം. ഒന്ന് മോണിറ്ററിന്റെ പവർ കണക്ടർ കേബിൾ ആണ്. സോ മോണിറ്ററിനെ പവർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു കേബിളാണിത്. ആൻഡ് അതിൻ്റെ സൈഡിലൊരു HDMI കേബിളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഒരു സ്റ്റാൻഡേർഡ് HDMI കേബിളാണിത്. മോണിറ്ററിന്റെ ബാക്കിലെ വേസ മൗണ്ട് പോർഷൻ നമുക്ക് ക്ലോസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് കവർ ചെയ്യാനുള്ളൊരു പ്ലാസ്റ്റിക് കവറാണ്. ആൻഡ് നെക്സ്റ്റ് മോണിറ്റർ സ്റ്റാൻഡിൻ്റെ ഒരു പോർഷനാണ്. മോണിറ്ററിനെയും നിങ്ങൾ മോണിറ്റർ സ്റ്റാൻഡിൻ്റെ ബേസ് പ്ലേറ്റും കണക്ട് ചെയ്യുന്നൊരു സ്റ്റാൻഡേർഡ് സംഭവമാണ്. ഫൈനലി മോണിറ്റർ സ്റ്റാൻഡിൻ്റെ ബോട്ടം പോർഷൻ അല്ലെങ്കിൽ ബേസ് പ്ലേറ്റ് ആണ്. സോ ഇതും സെയിം മാച്ചിങ് കൈൻഡ് ഓഫ് സിൽവർ ഫിനിഷ് ആണ് ഇത് കൊടുത്തേക്കുന്നത്. പ്ലാസ്റ്റിക് തന്നെയാണ്. ഇവിടെയും ഈ ഒരു പോർഷൻ മാത്രം മെറ്റലാണ്, ബാക്കിയെല്ലാം ഹാർഡ് ആൻഡ് പ്ലാസ്റ്റിക് ആണ്. ആൻഡ് മോണിറ്റർ സ്ലിപ്പ് ആകാതിരിക്കാൻ ബോട്ടമിൽ റബ്ബർ പ്ലേസ്മെൻറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഇതിലെ പോർട്ട് സെലക്ഷൻ നോക്കുവാണെങ്കിൽ ഫെയർലി സിമ്പിൾ ആണ്. 2 HDMI പോർട്ട്സ് ആണ് വരുന്നത്, 1.4 സ്റ്റാൻഡേർഡ്. ആൻഡ് ഒരു ഓഡിയോ പോർട്ടും സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓപ്പോസിറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ പവർ കണക്ഷൻ പോർട്ടാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ ബാക്ക് പാനൽ നോക്കുവാണെങ്കിൽ പ്ലാസ്റ്റിക് തന്നെയാണ്, പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് യൂസ് ചെയ്തേക്കുന്നത്. കളർ നമുക്കൊരു ഓഫ് വൈറ്റിഷ് കളറാണ്, ലൈക്ക് പ്യുവർ വൈറ്റ് ഒന്നുമല്ല. നിങ്ങൾക്ക് വേണേൽ ഈ ഒരു പേപ്പർ വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. സോ പ്യോർലി വൈറ്റ് ഒന്നുമല്ല, ഒരു ലൈറ്റ് ഗ്രേയിഷ് ഒരു ടിൻറ്റ് വരുന്ന ഒരു കളറാണ്. ബാക്കിൽ വേസ മൗണ്ടിങ്ങിൻ്റെ സ്ക്രൂസ് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ 4 സ്ക്രൂസ് ആണ് വരുന്നത്. 100 mm ആണ് വേസ മൗണ്ട് കമ്പാറ്റബിലിറ്റി. ആൻഡ് ഇൻ കേസ് മൗണ്ടിങ് ഓപ്ഷൻസ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയ ഈ ഒരു കവർ വെച്ച് ഈ ഒരു പോർഷൻ ഇങ്ങനെ കവർ ചെയ്ത് വെക്കാൻ പറ്റും. എനിവേസ് മോണിറ്ററിൻ്റെ ഇൻസ്റ്റലേഷൻ ബേസിക് ആണ്, സിമ്പിൾ ആണ്. ഫസ്റ്റ് മോണിറ്ററിൻ്റെ സ്റ്റാൻഡും ഈ ബേസ് പ്ലേറ്റും നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്നു. ഫേംലി ഒന്ന് ഹോൾഡ് ചെയ്ത് നല്ലപോലെ പ്രസ് ചെയ്തിട്ട് ഈ സംഭവം ഒന്ന് ടൈറ്റ് ചെയ്താൽ മതി. സോ ബോട്ടം പ്ലേറ്റ് ഇൻസ്റ്റലേഷൻ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നെക്സ്റ്റ് ഈ കാണുന്ന ഈ ഒരു സ്ലോട്ടിലോട്ട് നമുക്ക് ഈ സംഭവം ഒന്ന് ജസ്റ്റ് സ്ലൈഡ് ചെയ്ത് കൊടുത്താൽ മതി. വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, സ്ക്രൂ ഇല്ല, ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് സ്ലൈഡ് ചെയ്ത് കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കലി അത് ലോക്ക് ആയിക്കോളും. ആൻഡ് ഇൻ കേസ് ബൈ സം റീസൺ നിങ്ങൾക്ക് ഈ സ്റ്റാൻഡ് റിമൂവ് ചെയ്യണമെന്നുണ്ട്, ഇത് റിമൂവ് ചെയ്യേണ്ട എയ്തർ വേസ മൗണ്ട് ചെയ്യണമെന്നുണ്ട്, അല്ലെങ്കിൽ ഇതിനെ വേറെ എവിടെയെങ്കിലും ഷിപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പർപ്പസിന് വേണ്ടി ഈ സ്റ്റാൻഡ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു ഹോൾ കാണാം. അവിടെ ആക്ച്വലി ഒരു സ്ക്രൂ ഡ്രൈവറിൻ്റെ ഒരു മാർക്കിങ്ങും കൊടുത്തിട്ടുണ്ട്. സോ ആ ചെറിയ സ്ക്രൂ ഹോളിൽ സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്തൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഫേംലി പ്രസ് ചെയ്ത് ഈ സ്റ്റാൻഡ് വലിക്കുകയാണെങ്കിൽ ഇതിങ്ങനെ റിമൂവ് ആയി വരും. സോ അത്രയേ ഉള്ളൂ. മോണിറ്ററിൻ്റെ ബിൽഡ് ക്വാളിറ്റി കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക് ആണ്, ഹാർഡ് ആൻഡ് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. കംപ്ലീറ്റ് പുറത്തെ ഫ്രെയിമും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തേക്കുന്നത്. ഇവൻ ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിലും ഭയങ്കര ഫാൻസി ഡിസൈൻ ഒന്നുമല്ല. ലൈക്ക് ഇതൊരു സിമ്പിൾ ഡിസൈനാണ്. നമ്മൾ നോർമലി എല്ലാ ഓഫീസ് ടൈപ്പ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ടൈപ്പ് മോണിറ്റേഴ്സിൽ കാണുന്ന അതേ സിമിലർ ടൈപ്പ് ഓഫ് എ ഡിസൈൻ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തേക്കുന്നത്. ലൈക്ക് എക്സ്ട്രാ ഓവർ ദ ടോപ്പ് ഗെയിമറി എഡ്ജസോ അല്ലെങ്കിൽ അങ്ങനത്തെ ബാക്ക് ലൈറ്റിംഗ് സംഭവങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഐ വുഡ് സേ സിമ്പിൾ പ്രൊഫഷണൽ ലുക്കിംഗ് വെൽ ബിൽറ്റ് മോണിറ്റർ ആണിത്. നെക്സ്റ്റ് ഇതിൻ്റെ സൈസിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ 24 ഇഞ്ചാണ് ടോട്ടൽ ഡയഗണൽ
ഒറിജിനൽ സൈസ് വരുന്നത്. ആൻഡ് ഓവറോൾ ബെസൽസ് നോക്കുവാണെങ്കിൽ ഭയങ്കര തിന്നാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു മോഡേൺ ലുക്കാണ് ഈ മോണിറ്ററിന് കിട്ടുന്നത്. തിന്നായിട്ടുള്ള ബെസൽസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് യൂസബിൾ 23.8 ഇഞ്ചസിന്റെ യൂസബിൾ ഏരിയ കിട്ടുന്നുണ്ട്. ഓവറോൾ ഡയമെൻഷൻസ് നോക്കുവാണെങ്കിൽ 53.8 സെന്റിമീറ്റേഴ്സ് ബൈ 32 സെന്റിമീറ്റേഴ്സ് ആണ് വരുന്നത്. ഹൈറ്റ് വിത്ത് സ്റ്റാൻഡ് നോക്കുവാണെങ്കിൽ 41 സെന്റിമീറ്റേഴ്സ് ആണ്. ആൻഡ് 24 ഇഞ്ച് എൻ്റെ ഒരു ഒപ്പീനിയനിൽ 1080p മോണിറ്റേഴ്സിന് ആപ്റ്റ് പെർഫെക്റ്റ് സൈസ് ആണ്. ആൻഡ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് സൈസും ആണ് 24 ഇഞ്ച് വെൻ വി കൺസിഡർ 1080p മോണിറ്റേഴ്സ്. 27 ഇഞ്ച് അല്ലെങ്കിൽ അതിന് മേലോട്ട് ഇൻ കേസ് നോക്കുന്നുണ്ടെങ്കിൽ 2K റെസൊല്യൂഷൻ ഓർ 4K റെസൊല്യൂഷൻ നോക്കാം, ഡിപ്പെൻഡിങ് ഓൺ യുവർ വർക്ക്, ഡിപ്പെൻഡിങ് ഓൺ യുവർ PC ഹാർഡ്വെയർ ആൻഡ് ഡിപ്പെൻഡിങ് ഓൺ യുവർ ബഡ്ജറ്റ്. നെക്സ്റ്റ് മോണിറ്ററിന്റെ കൺട്രോൾസ് അല്ലെങ്കിൽ ബട്ടൺസ് നോക്കുവാണെങ്കിൽ ട്രഡീഷണൽ ബട്ടൺസ് ആണ് കൊടുത്തേക്കുന്നത്. ബോട്ടം പോർഷനിൽ വരുന്ന ട്രഡീഷണൽ നോർമൽ ബട്ടൺസ് ആണ്, അല്ലാതെ ഇപ്പോൾ ജോയ്സ്റ്റിക് ടൈപ്പ് ബട്ടൺസ് ഒന്നും അല്ല. സോ ഫസ്റ്റ് കാണുന്നതാണ് പവർ ബട്ടൺ വിത്ത് ലൈറ്റ് LED. അതിന്റെ സൈഡിലുള്ളതാണ് മെനു ബട്ടൺ. സോ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ബട്ടൺസിന്റെ മെനു എന്താണെന്ന് നമുക്ക് സ്ക്രീനിന്റെ ആ താഴെ കാണാൻ പറ്റും. ഫസ്റ്റ് ഉള്ളത് ബൈ ഡിഫോൾട്ട് പ്രീസെറ്റ് ബട്ടൺ ആണ്. നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും കളർ പ്രീസെറ്റ്, നമ്മളുടെ യൂസും നമ്മളുടെ പ്രിഫറൻസും നമ്മുടെ കംഫർട്ട് അനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് ബട്ടൺ ഇൻപുട്ട് സോഴ്സ് ആണ്. സോ ഇൻപുട്ട് സോഴ്സ് സെലക്ട് ചെയ്യാനുള്ളതാണ്, HDMI 1 or 2 or whichever. തേർഡ് ബട്ടണിലാണ് സ്ക്രീനിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഓപ്ഷൻസ് വരുന്നത്. സ്ക്രീൻ ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, ഡിസ്പ്ലേ, കളർ, പിന്നെ മെനു പേഴ്സണലൈസേഷൻസും ഇതുപോലത്തെ പല ഓപ്ഷൻസും ഇതിലാണ് വരുന്നത്. സോ പേഴ്സണലൈസ് ഓപ്ഷനിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഷോർട്ട് കട്ട് ബട്ടൺസ് ചേഞ്ച് ചെയ്യാൻ പറ്റും നമ്മുടെ ഇഷ്ടം അനുസരിച്ച്. ബൈ ഡിഫോൾട്ട് കിടക്കുന്നത് പ്രീസെറ്റും ഇൻപുട്ട് ആണ്. സോ ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഈ ഒരു പേഴ്സണലൈസ് ഓപ്ഷനിൽ കയറി കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. എല്ലാ ഓപ്ഷൻസിലും താഴെ നോക്കുവാണെങ്കിൽ റീസെറ്റ് ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. സോ ഇൻ കേസ് നിങ്ങൾ എന്തെങ്കിലും കൂടുതൽ ഓവറായിട്ട് എന്തെങ്കിലും കൺട്രോൾസ് ചേഞ്ച് ചെയ്ത് കുളവാക്കുവാണെങ്കിൽ എല്ലാം നമുക്ക് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഓരോ ഓപ്ഷന്റെ എൻഡിലും കൊടുത്തിട്ടുണ്ട്. സോ സിമ്പിൾ ബട്ടൺസ് ആണ്, സിമ്പിൾ കൺട്രോൾസ് ആണ്. ഇത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ നാവിഗേറ്റ് ചെയ്ത് ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയത് തന്നെയാണ്. നെക്സ്റ്റ് ഇനി ഡിസ്പ്ലേ ക്വാളിറ്റിയുടെ കാര്യം നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇതിൽ ഡിസ്പ്ലേ ക്വാളിറ്റിയിൽ നമ്മൾ കുറേ ടെസ്റ്റിങ്സും ചെയ്തിട്ടുണ്ട്. വെറുതെ കമ്പനി പറയുന്ന അല്ലെങ്കിൽ സ്പെക്സിൽ കാണുന്ന ആ വാല്യൂസ് മാത്രമല്ല ഞാൻ പറയുന്നത്, നമ്മൾ ഓരോന്നും ടെസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ പറയുന്ന കൺക്ലൂഷൻസ് എല്ലാം വന്നേക്കുന്നത്. സോ മോണിറ്ററിൻ്റെ കളർ ആക്യുറസി, sRGB വാല്യൂസ്, ബ്രൈറ്റ്നസ്, ഇതെല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്തത് സ്പൈഡർ X Pro ഡിസ്പ്ലേ കാലിബ്രേറ്റിംഗ് ടൂൾ യൂസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, ഡിസ്പ്ലേ ക്വാളിറ്റിയുടെ ടെക്നിക്കൽ വാല്യൂസ് നോക്കുവാണെങ്കിൽ sRGB റേഷ്യോ പറയുന്നത് ഡെൽ പറഞ്ഞേക്കുന്നത് 99% ആണ്. ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കി. നമ്മുടെ ടെസ്റ്റിങ്ങിൽ നല്ല റിസൾട്ട്സ് തന്നെയാണ് കണ്ടത്. ബിക്കോസ് 99% ആണ് പറഞ്ഞതെങ്കിലും നമുക്ക് നമ്മുടെ ടെസ്റ്റിംഗ് 2-3 പ്രാവശ്യം ചെയ്തത് വെച്ച് 100% ആണ് ഇവിടെ കാണിക്കുന്നത് റിസൾട്ട്സിൽ. സോ 100% sRGB എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 73% NTSC കളർ ഗാമറ്റ്. സിമിലർലി അഡോബി RGB കളർ സ്പേസിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ 77% ആണ് നമുക്ക് വാല്യൂ കിട്ടിയത്. ആൻഡ് ഫൈനലി P3 കളർ ഗാമറ്റ്, ദാറ്റ് ഈസ് DCI P3 കളർ ഗാമറ്റ് നമ്മൾ നോക്കുവാണെങ്കിലും നമുക്ക് ഇവിടെ 80% ആണ് റിസൾട്ട് ഇവിടെ കാണുന്നത്. സോ ഈ കളർ ഗാമറ്റ്സ് എല്ലാം പല ഡിഫറെൻറ്റ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ പല ഡിഫറെൻറ്റ് റേഞ്ച് ഓഫ് ഡിസ്പ്ലേ ആപ്പറേറ്റസിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. DCI P3 എന്ന് പറയുന്നത് മോസ്റ്റ്ലി ആപ്പിൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ആണ്. ആപ്പിളിൻ്റെ ഒരു കളർ സ്പേസ് അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഡിസ്പ്ലേസിൽ യൂസ് ചെയ്യുന്ന ഒരു കളർ ഗാമറ്റ് സ്റ്റൈലാണിത്. സോ sRGB കളർ ഗാമറ്റ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ DCI P3യിൽ 26% മോർ കളർ സ്പേസ് ആണ് കിട്ടുന്നത്. സോ അതുകൊണ്ടാണ് മോസ്റ്റ് ആപ്പിൾ ഡിവൈസസ് അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഡിസ്പ്ലേ റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാത്തിലും അത്രയും റിച്ച് ആയിട്ടുള്ള വൈബ്രൻറ്റ് കളേഴ്സ് കാണുന്നത് അതുകൊണ്ടാണ്. സോ ഈ വാല്യൂസ് വെച്ച് നോക്കുവാണെങ്കിൽ ആൻഡ് ഓൾസോ പ്രൈസ് പോയിന്റും നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഡിസ്പ്ലേ ക്വാളിറ്റി വൈസ് എനിക്ക് പ്രത്യേകിച്ച് കംപ്ലയിൻസ് ഒന്നും പറയാനില്ല. sRGB 99:100 റേഷ്യോ ആണ് വരുന്നത്. സോ ദാറ്റ് ഈസ് റിയലി ഇംപ്രസീവ്. കളർ ആക്യുറസി റിലേറ്റഡ് വർക്ക്സ് ലൈക്ക് വീഡിയോ എഡിറ്റിംഗ് അല്ലെങ്കിൽ ഫോട്ടോ എഡിറ്റിംഗ്, ഡിസൈനിങ്, ഗ്രാഫിക്കൽ ഡിസൈനിങ്, ഇതുപോലത്തെ പേർപ്പസിന് ഒരു ബഡ്ജറ്റ് എൻട്രി ലെവൽ റേഞ്ചിൽ നല്ല മോണിറ്ററാണിത്. ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് നോക്കുവാണെങ്കിൽ ഡെൽ പറഞ്ഞത് 250 നിറ്റ്സ് ആണ്. പക്ഷെ നമ്മുടെ ടെസ്റ്റിങ്ങിൽ നമുക്ക് കിട്ടിയ വാല്യൂ 263 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ആണ് കിട്ടിയത്. സോ മോണിറ്ററിന്റെ ബ്രൈറ്റ്നസ് നോക്കുവാണെങ്കിൽ നോർമൽ ഒരു വെൽ ലിറ്റ് റൂമിൽ ഇറ്റ്സ് ഗുഡ് ഇനഫ്. നല്ലൊരു ലൈറ്റിംഗ് കണ്ടീഷൻ ഉള്ള റൂമിലാണെങ്കിൽ യൂസ് ചെയ്യാൻ അത്യാവശ്യം ഡീസൻറ്റ് ബ്രൈറ്റ്നസ് തന്നെയാണിത്. മോസ്റ്റ് യൂസ് കേസ് സിനാരിയോ നോർമൽ ലൈറ്റിംഗ് സിറ്റുവേഷൻസ് നോക്കുവാണെങ്കിൽ നല്ല വ്യൂവിംഗ് ആംഗിൾസ് ആണ് കിട്ടുന്നത് ആൻഡ് ഓൾസോ നല്ല വിസിബിലിറ്റി ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ മോസ്റ്റ്ലി 65 to 70% ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് റേഷ്യോയിൽ ഇട്ടുകൊണ്ടാണ് യൂസ് ചെയ്തത്. ആൻഡ് എൻ്റെ പേഴ്സണൽ യൂസിൽ ഇത്രയും ഓക്കെ ആണ്. ഇതിലും കൂടുതൽ ബ്രൈറ്റ്നസ്സിലോട്ട് പോകേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. നോർമൽ ഒരു റൂമിൽ, നോർമൽ അത്യാവശ്യം ലൈറ്റിംഗ് ഉള്ള റൂമിൽ ദിസ് ഈസ് ക്വൈറ്റ് ഇനഫ്. ആൻഡ് വ്യൂവിംഗ് ആംഗിൾസ് ഡെൽ പറയുന്നത് 178 degrees ആണ്. ദാറ്റ് ഈസ് സൈഡിൽ നിന്ന് 178 degree വരെ വന്ന് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുമെന്നാണ്. ലൈക്ക് ഇപ്പം എനിക്ക് ഈ ഒരു ആംഗിൾ നോക്കുവാണെങ്കിലും ഇവിടെ എന്തുണ്ടെന്ന് ക്ലിയർലി കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നോക്കുന്ന അത്രയും ആ ഒരു കളേഴ്സ് ചെറുതായിട്ട് ഇത്രയും സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഷെയ്ഡ് ആവുന്നുണ്ട്, ചെറിയൊരു ഷെയ്ഡിങ് വരുന്നുണ്ട്. സോ ഒബ്വിയസ്ലി അത് നമ്മൾ ഇത്രയും സൈഡിൽ വന്നൊന്നും നോക്കാൻ പോകുന്നില്ല. സ്ട്രെയിറ്റ് വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത്. സോ നോർമൽ ആ ഒരു സ്ട്രെയിറ്റ് യൂസേജിന് പെർഫെക്റ്റ് ആണ്. ഞാൻ പറഞ്ഞ ഇത്രയും സൈഡിൽ വന്ന് കാണുമ്പം ചെറിയ ഷെയ്ഡിങ് വരുന്നുണ്ട്, കളർ ഡിഫറൻസ് വരുന്നുണ്ട്. ബട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്താ സ്ക്രീനിലുള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.
നെക്സ്റ്റ് മോണിറ്ററിൻ്റെ കോൺട്രാസ്റ്റ് റേഷ്യോ നോക്കുവാണെങ്കിൽ നമ്മുടെ ടെസ്റ്റിങ്ങിൽ ഇറ്റ് വാസ് ഓക്കെ, അത്ര ഹെവി കോൺട്രാസ്റ്റ് റേഷ്യോ ഒന്നുമില്ല. സ്പെഷ്യലി ബ്ലാക്സിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ നോർമൽ വെൽ ലിറ്റ് റൂമിൽ ബ്ലാക്സ് അത്യാവശ്യം നല്ല ബ്ലാക്ക് ആയിട്ട് കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ ഫുൾ ഒരു ഡാർക്ക് റൂമിലാണ് കാണുന്നത്, ഒരു ഡാർക്കായിട്ടുള്ളൊരു സറൗണ്ടിങ് അങ്ങനെയാണ് കാണുന്നതെങ്കിൽ ബ്ലാക്ക് അത്ര ഒരു പ്യുവർ ബ്ലാക്ക് ആയിട്ടല്ല, പക്ഷേ നമുക്കതിൽ ചെറിയൊരു ഡിഫറൻസ് തോന്നുന്നുണ്ട്. അത് അത്ര വലിയ നോട്ടീസബിൾ ഡിഫറൻസ് അല്ല. നോർമൽ ഒരു ലൈറ്റഡ് സിറ്റുവേഷനിലാണെങ്കിൽ അത്രയും വലിയ ഡിഫറൻസ് നോട്ടീസ് ചെയ്യത്തില്ല. ബട്ട് അത് IPS പാനൽസ് ആകുമ്പോൾ അങ്ങനെ തന്നെയാണ്. കോൺട്രാസ്റ്റ് റേഷ്യോ സ്പെഷ്യലി ബ്ലാക്സിൻ്റെ ആ ഒരു റേഷ്യോ അത്ര പ്യുവർ ബ്ലാക്സ് നമുക്ക് കിട്ടത്തില്ല ഒരിക്കലും. അതും ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഒരു IPS പാനലിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മോസ്റ്റ് ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന IPS പാനൽസിൽ വരുന്ന കോമൺ ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് ഈ ബ്ലാക്സിന്റെ ചെറിയ വേരിയേഷനും അതേപോലെ ബാക്ക് ലൈറ്റ് ബ്ലീഡിങ്, IPS ഗ്ലോ, ഇതും നമ്മൾ എന്തായാലും ടെസ്റ്റ് ചെയ്തു. ആൻഡ് ഈ മോണിറ്ററിൽ എന്തായാലും ബാക്ക് ലൈറ്റ് ബ്ലീഡിങ് നമ്മളൊന്നും നോട്ടീസ് ചെയ്തില്ല. സ്പെഷ്യലി ബാക്ക് ലൈറ്റ് ബ്ലീഡിങ്ങും IPS ഗ്ലോയിങ്ങിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ബാക്ക് ലൈറ്റ് ബ്ലീഡിങ് മോസ്റ്റ്ലി വരുന്നത് ഈ എഡ്ജസിലായിരിക്കും. ബിക്കോസ് ഈ എഡ്ജസിൽ ഇൻ കേസ് ഈ പ്ലാസ്റ്റിക് ഫ്രെയിം ടൈറ്റ് ആയിട്ടല്ല വെച്ചേക്കുന്നതെങ്കിൽ പാനലിന്റെ ബാക്കിലെ LED ലൈറ്റ്സ് ആ ഗ്യാപ്പിൽ നിന്ന് പുറത്തോട്ട് ഡിസ്പേഴ്സ് ആവുന്നതാണ്. സോ അതാണ് നമ്മൾ സ്ക്രീനിൽ ബാക്ക് ലൈറ്റ് ബ്ലീഡിംഗ് ആയിട്ട് കാണുന്നത്. ഈ എഡ്ജസിൽ നിന്ന് അത് ബ്ലീഡായി പുറത്തോട്ട് കാണുന്ന സംഭവമാണ് ബാക്ക് ലൈറ്റ് ബ്ലീഡിങ്. പക്ഷേ IPS ഗ്ലോ എന്ന് പറയുന്നത് എഡ്ജസിലല്ല വരുന്നത്, അല്ല കോർണേഴ്സിലല്ല വരുന്നത്. സോ IPS ഗ്ലോ കാണാൻ ഇതുപോലെയായിരിക്കും. മോണിറ്ററിന്റെ സെന്ററിലോ അല്ലെങ്കിൽ മറ്റ് റീജിയൻസിലൊക്കെ ആയിരിക്കും യൂഷ്വലി ഇതുപോലെ കാണുന്നത്. വൈറ്റ് കളർ അല്ലെങ്കിൽ യെല്ലോവിഷ് ലൈറ്റ് ഇതുപോലെ സ്പ്രെഡ് ആയി സ്മഡ്ജ് ആയിരിക്കുന്ന പോലെ കാണാം. സോ ഇതാണ് IPS ഗ്ലോ. എഡ്ജസിൽ വരുന്നതാണ് ബാക്ക് ലൈറ്റ് ബ്ലീഡിങ്. സോ ഈ രണ്ട് കാര്യങ്ങളും ഇൻക്ലൂഡിങ് ബ്ലാക്സിൻ്റെ ഇഷ്യൂവും IPS പാനൽ ബഡ്ജറ്റ് എൻട്രി ലെവൽ റേഞ്ചിൽ വരുന്ന IPS പാനൽസിൽ വരുന്ന കോമൺ ആയിട്ടുള്ള സംഭവങ്ങളാണ്. സോ ഇത് കംപ്ലീറ്റ്ലി സബ്ജക്റ്റീവ് ആണ്. നിങ്ങൾക്ക് വരുന്ന പാനൽ, നിങ്ങൾക്ക് വരുന്ന ആ ഒരു മോണിറ്ററിൻ്റെ പീസിൽ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ ഈ മോണിറ്ററിന് എന്തായാലും ഞാൻ ടെസ്റ്റ് ചെയ്തതിൽ ബാക്ക് ലൈറ്റ് ബ്ലീഡിംഗ് ഇല്ല, IPS ഗ്ലോ ഇല്ല, അതേപോലെ തന്നെ ഡെഡ് പിക്സൽസും ഇല്ല. പക്ഷേ സെയിം മോണിറ്റർ സെയിം വെണ്ടറിൻ്റെ കയ്യിൽ നിന്ന് വേറൊരു പീസ് വാങ്ങിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ഒരിക്കലും 100% ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല ഈ പ്രശ്നങ്ങളൊന്നും വരത്തില്ല എന്നുള്ളത്. സോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബഡ്ജറ്റ് IPS പാനലാണെങ്കിൽ കോമൺ ആണ്. അത് നിങ്ങളുടെ ലക്കിൽ ഡിപ്പെൻഡ് ചെയ്യും. സോ എനിവേസ് ഞാൻ പറഞ്ഞു വന്നത് കോൺട്രാസ്റ്റ് റേഷ്യോ മോസ്റ്റ് പാർട്സ് ഓക്കെ ആണ്, ഡീസെൻറ്റ് തന്നെയാണ്, വലിയ ഇതൊന്നും പറയാനില്ല. വെൽ ബാലൻസ്ഡ് കളേഴ്സ് തന്നെയാണ്. SRGB റേഷ്യോ 100% ആണ് കാണിച്ചത്. സോ അതുകൊണ്ട് തന്നെ കളേഴ്സ് എല്ലാം തന്നെ വെൽ ബാലൻസ്ഡ് ആൻഡ് നാച്ചുറൽ ആയിരുന്നു. ഓവർലി ഹെവി സാച്ചുറേഷൻ അല്ലെങ്കിൽ ഹെവി ആയിട്ട് സാച്ചുറേറ്റഡ് കളേഴ്സ് ഒന്നും തന്നെ അല്ലായിരുന്നു. നോർമൽ സിനേറിയോയിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഡീപ്പ് ബ്ലാക്സ് അതേപോലെ പെർഫെക്റ്റ് ആയിട്ട് റിപ്രസെന്റ് ആയി കിട്ടുന്നുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സിന്റെയും റിപ്രസെന്റേഷൻ ഈസ് റിയലി ഗുഡ്. സിമിലർലി ഗ്രേഡിയൻസ് നോക്കുവാണെങ്കിൽ രണ്ട് കളേഴ്സിന്റെ ഗ്രേഡിയൻസ് നോക്കുവാണെങ്കിലും സ്മൂത്ത് ആയിരുന്നു. നമുക്ക് എഡ്ജ് ബാൻഡിങ് അല്ലെങ്കിൽ രണ്ട് കളേഴ്സിന്റെ ബാൻഡിങ് ഒന്നും വരുന്നില്ലായിരുന്നു. അത്രയ്ക്ക് അടുത്ത് നോക്കുവാണെങ്കിൽ മാത്രം നമുക്ക് ആ കളേഴ്സിൻ്റെ ഡിഫറൻഷിയേഷൻ അല്ലെങ്കിൽ ഒരു ലൈൻസ് പോലെ ബാൻഡിങ് പോലെ നമുക്ക് കാണാം. പക്ഷേ യൂഷ്വൽ ഒരു 60 സെൻറ്റിമീറ്റർ യൂഷ്വലി ഇരിക്കുന്ന ആ ഒരു ഡിസ്റ്റൻസ് നോക്കുവാണെങ്കിൽ നമുക്ക് കളേഴ്സ് ഗ്രേഡിയൻസിൻ്റെ കളേഴ്സ് സ്മൂത്ത് ആയിട്ട് തന്നെയാണ് നമുക്ക് കാണുന്നത്. ആൻഡ് മോണിറ്ററിൻ്റെ ഷാർപ്നെസ്സും നമ്മൾ നോക്കി, ഇതും പ്രിസൈസ് ആയിരുന്നു. ഇവൻ ദോ ഹയസ്റ്റ് ലെവൽ ഓഫ് ഷാർപ്നെസ് എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ എന്നാലും ഈ പ്രൈസ് റേഞ്ചിൽ പ്രൈസ് പോയിന്റ് ഓഫ് വ്യൂ വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഷാർപ്നെസ് ഡീസെൻറ്റ് തന്നെയായിരുന്നു. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലും ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലും ലെറ്റേഴ്സ് നോക്കുവാണെങ്കിൽ ഷാർപ്പ് ആൻഡ് ക്രിസ്പ് ആയിരുന്നു. ഷാഡോസ് ഒന്നും നമുക്ക് അധികം കാണുന്നൊന്നുമില്ലായിരുന്നു. ഈവൻ ഫോണ്ട് സൈസ് നമ്മൾ ചെറുതാക്കി നോക്കുവാണെങ്കിൽ പോലും ആ ഷാർപ്നെസ് അതേപോലെ മെയിൻറ്റെയിൻ ആവുന്നുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ലോ ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ട്. വിത്ത് ഡെല്ലിന്റെ കംഫർട്ട് വ്യൂ പ്ലസ് ആന്റി ഗ്ലെയർ കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ കണ്ണിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ മോണിറ്റർ ഈസ് ഓൺ എ സേഫർ സൈഡ് എന്ന് പറയാം. സോ ലോങ് അവേഴ്സ് ഓഫ് യൂസ് അല്ലെങ്കിൽ കോഡിംഗ്, പ്രോഗ്രാമിംഗ് ഇതുപോലത്തെ പർപ്പസ് ഓഫ് യൂസിനും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മോണിറ്റർ തന്നെയാണിത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഡെല്ലിൻ്റെ മോണിറ്റർ ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി ഫ്ലിക്കർ ഫ്രീ ആണ്. എല്ലാ ബാക്ക് ലൈറ്റ്സ് അല്ലെങ്കിൽ എല്ലാ ബ്രൈറ്റ്നസ് ലെവൽസിനും ഇറ്റ്സ് ഫ്ലിക്കർ ഫ്രീ. ഇനി മോണിറ്ററിൻ്റെ റിഫ്രഷ് റേറ്റ് ഡെൽ പറയുന്നത് മാക്സിമം ഈസ് 75 Hz. നമ്മുടെ ടെസ്റ്റിംഗിലും നമ്മൾ ഒബ്സർവ് ചെയ്തതും 75 Hz തന്നെയാണ്. കറക്റ്റായിട്ട് അത് കാണിക്കുന്നുണ്ടായിരുന്നു. സോ 75 Hz എന്ന് പറയുന്നത് ഒരു നോർമൽ മോണിറ്റർ, ലൈക്ക് ഒരു നോർമൽ ഓഫീസ് യൂസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ കൈൻഡ് ഓഫ് എ മോണിറ്ററിന് 75 Hz ഈസ് മോർ ദാൻ ഇനഫ്. പക്ഷേ ഗെയിമിംഗ് വൈസ് നോക്കുവാണെങ്കിൽ അതൊരു ലോവർ സൈഡിലാണ്. ബിക്കോസ് ഗെയിമിങ്ങിന് കുറച്ചും കൂടി ഹയർ റീഫ്രഷ് റേറ്റ് ഉണ്ടെങ്കിലാണ് നല്ലത്. ഹയർ റീഫ്രഷ് റേറ്റ് മാത്രം പോരാ, റെസ്പോൺസ് ടൈമും വേണം. സോ ഈ റെസ്പോൺസ് ടൈമിൻ്റെ സെറ്റിംഗ്സും നമുക്ക് മോണിറ്ററിൻ്റെ കൺട്രോൾ ബട്ടൺസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നോർമൽ, ഫാസ്റ്റ് ആൻഡ് എക്സ്ട്രീം ഈ 3 മോഡ്സ് ആണ് പറയുന്നത്. നോർമൽ ഇടുവാണെങ്കിലാണ് 8 ms റെസ്പോൺസ് ടൈം, ഫാസ്റ്റിൽ ഇടുമ്പോൾ 5 ms ആണ്, എക്സ്ട്രീമിൽ ഇടുവാണെങ്കിൽ 4 ms ആണ്. ഇവൻ ദോ എക്സ്ട്രീമിൽ ഇടുമ്പോൾ നമുക്ക് 4 ms ആയിട്ട് കുറയുന്നുണ്ടെങ്കിലും മോഷൻ ബ്ലർ ഇൻട്രൊഡ്യൂസ് ആവുന്നുണ്ട്. സോ മോഷൻ ബ്ലർ എന്ന് പറയുന്നത് ഗെയിമിംഗ് വൈസ് നോക്കുവാണെങ്കിൽ ഒരു ഗെയിമിംഗ് മോണിറ്ററിന് മോഷൻ ബ്ലർ വരുന്നത് കുഴപ്പമില്ല. പക്ഷേ ഒരു പ്രൊഫഷണൽ യൂസ് അല്ലെങ്കിൽ ഓഫീസ് പർപ്പസ് ഓർ ടൈപ്പിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോഴൊക്കെ മോഷൻ ബ്ലർ വരുന്നത് അത്ര നല്ല പോയിന്റ് അല്ല. സോ റെക്കമെൻഡഡ് സെറ്റിംഗ് ഞാൻ പറയുന്നത് റെസ്പോൺസ് ടൈം നിങ്ങൾ നോർമൽ ഇട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ബിക്കോസ് ഫാസ്റ്റ് അല്ലെങ്കിൽ എക്സ്ട്രീമിൽ ഇടുമ്പോൾ അവിടെ നമുക്ക് ചെറിയ മോഷൻ ബ്ലർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ആൻഡ് റിഫ്രഷ് റേറ്റ് നോക്കുവാണെങ്കിലും ഫസ്റ്റ് ടൈം നിങ്ങൾ ഓൺ ചെയ്യുന്ന സമയത്ത് മേ ബി 59-60 ആ റേഞ്ചിലായിരിക്കും. സോ
നിങ്ങൾ ഡിസ്പ്ലേ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഡിസ്പ്ലേയുടെ സെറ്റിംഗ്സിലോട്ട് പോയിട്ട് നിങ്ങൾ 75 അത് ചേഞ്ച് ചെയ്യണം. എന്നാൽ മാത്രമേ മോണിറ്ററിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് അല്ലെങ്കിൽ ഫുൾ റിഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 75 Hz ഓക്കെയാണ്. അത് മാത്രമല്ല AMD ഫ്രീസിങ് സപ്പോർട്ടും ഈ മോണിറ്ററിലുണ്ട്. സോ കാഷ്വൽ ആയിട്ടുള്ള ഗെയിമിംഗ് നിങ്ങൾക്ക് ഇൻ കേസ് ഈ റെസ്പോൺസ് ടൈം ഓക്കെയാണ് 5ms എങ്കിൽ കാഷ്വൽ ആയിട്ടുള്ള ഗെയിമിങ്ങിനും ഓക്കെയാണ്. ഞാൻ ഹൈ എൻഡ് ഗെയിമിങ്ങിനൊന്നും അല്ല റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങൾ വർക്കിൻ്റെ ഇടയ്ക്ക് കാഷ്വൽ ആയിട്ട് ഗെയിംസ് കളിക്കാറുണ്ട്, ലോ FPS ഓർ സ്റ്റോറി ബേസ്ഡ് ഗെയിംസ് ഒക്കെ കളിക്കാറുണ്ടെങ്കിൽ അതിനൊക്കെ ഈ മോണിറ്റർ ഓക്കെ ആയിരിക്കും. ഓക്കെ, ഇതിൽ നെഗറ്റീവ്സ് പറയാനുള്ളത് ഈ മോണിറ്ററിൽ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ല. സോ അതൊരു നെഗറ്റീവ് എന്ന് പറയാം. ആൻഡ് ഓൾസോ പോർട്സിൻ്റെ കാര്യത്തിൽ ഡിസ്പ്ലേ പോർട്ട് ഇതിൽ വരുന്നില്ല. 2 HDMI പോർട്സ് ഉണ്ട്. സോ ഒരു ഡിസ്പ്ലേ പോർട്ടും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ബെറ്റർ ആയിരിക്കും. നെക്സ്റ്റ് ഒരു ചെറിയ നെഗറ്റീവ്, ഈ പർട്ടിക്കുലർ മോഡലിൽ സ്പീക്കേഴ്സ് ഇല്ല എന്നുള്ളതാണ്. ഓൾദോ സ്പീക്കേഴ്സ് ഉള്ളതും ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളതും വേറെ മോഡലുണ്ട്. പക്ഷേ എനിവേസ് ഈ പർട്ടിക്കുലർ മോഡലിൽ സ്പീക്കർ ഇല്ല. സോ ഈ പ്രൈസ് റേഞ്ചിൽ മേ ബി ഒരു സ്പീക്കർ ഉള്ളത് നോക്കുന്നവരുണ്ടാകാം. സോ അങ്ങനെയുള്ളവർക്ക് മേ ബി ചെറിയൊരു നെഗറ്റീവ് ആയിരിക്കും. ആൻഡ് ഓൾസോ സ്റ്റാൻഡിൻ്റെ കാര്യത്തിലും ഒരു ചെറിയ നെഗറ്റീവ് പറയാനുണ്ട്. ദാറ്റ് ഈസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന സ്റ്റാൻഡ് നല്ലൊരു സ്റ്റാൻഡ് തന്നെയാണ്, സ്റ്റേഡി ആയിട്ടുള്ള സ്റ്റാൻഡാണ്. ബട്ട് ചെറിയൊരു പ്രശ്നമുള്ളത് ബാക്കിൽ കേബിൾ മാനേജ്മെൻറ്റ്, കേബിൾ റൗട്ട് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ ഹോൾ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഹോളിൽ ആക്ച്വലി നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയ പവർ അഡാപ്റ്ററിൻ്റെ കോഡ് നമുക്ക് എന്തായാലും വെക്കാൻ പറ്റത്തില്ല. അത് ഇതിൽ നിന്ന് പാസ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് യൂഷ്വലി നമ്മൾ ഇതിൻ്റെ ബാക്കിൽ കൂടെ എടുത്തിട്ടാണ് മോണിറ്റർ കണക്ട് ചെയ്യുന്നത്. സോ കേബിൾ മാനേജ്മെൻറ്റ് ആ ഒരു സ്റ്റാൻഡിൻ്റെ ബാക്കിൽ കേബിൾസ് ഹൈഡ് ആയിരിക്കാൻ വേണ്ടി സോ പവർ കേബിൾ എന്തായാലും നമുക്ക് ആ ഒരു ഹോളിൽ കൂടെ പാസ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ഡിസ്പ്ലേ കേബിൾ നമുക്ക് പാസ് ചെയ്ത് ബാക്കിൽ സ്റ്റാൻഡിൻ്റെ ബാക്കിൽ ഹൈഡ് ചെയ്യാൻ പറ്റും. സോ ഇത്രയും ചെറിയ നെഗറ്റീവ്സ് ആണ് ഈ മോണിറ്ററിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പോസിറ്റീവ്സ് തന്നെയാണ്. നല്ല ഡിസ്പ്ലേ ആണ്, കളർ ആക്യുറസി ഈസ് ഗുഡ്, sRGB 99% ആണ്, കളേഴ്സ് നാച്ചുറൽ ആണ്, ബ്ലാക്സും കാര്യങ്ങളും അത്യാവശ്യം ഡീസെന്റ് ആണ്, കോൺട്രാസ്റ്റ് ഈസ് ഓക്കെ, 75 Hz ആണ് റിഫ്രഷ് റേറ്റ്, സ്ക്രീൻ ബ്രൈറ്റ്നസ് ഈസ് വെരി ഗുഡ്. സോ ഓവറോൾ ഒരു പ്രൊഫഷണൽ യൂസിന് വേണ്ടി ഓഫീസ് പർപ്പസ് യൂസ്, കോഡിംഗ്, പ്രോഗ്രാമിംഗ്, ഫോട്ടോ എഡിറ്റിംഗ്, വീഡിയോ എഡിറ്റിംഗ്, ഗ്രാഫിക് റിലേറ്റഡ് വർക്ക്സ് ഇതുപോലത്തെ പർപ്പസിനെല്ലാം ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മോണിറ്റർ തന്നെയാണ് ഡെല്ലിൻ്റെ S2421HN മോണിറ്റർ. ബഡ്ജറ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഇൻ കേസ് ഹൈറ്റ് അഡ്ജസ്റ്റബിലിറ്റി വേണം അല്ലെങ്കിൽ സ്പീക്കേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മറ്റു മോഡൽസും കൺസിഡർ ചെയ്യാം. സോ എനിവേസ് ഫ്രം മൈ സൈഡ് ഡെൽ S2421HN മോണിറ്റർ നല്ലൊരു ചോയ്സ് തന്നെയാണ് 12,000 പ്രൈസ് റേഞ്ചിൽ. സോ അതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. കുറേ ടെസ്റ്റിങ്ങും കാര്യങ്ങളും ചെയ്തു, കുറേ ടെക്നിക്കൽ സംഭവങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. എനിവേസ് ഐ ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.